ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനൽ മറ്റു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മച്ചാൻ പറയാം, ഞാനുള്ളത് ഇതാ എൻ്റെ പണി സ്ഥലത്താണേ. വേണ്ട, നമ്മൾ പണിയെടുക്കുന്ന സൈറ്റാ, കയറാമല്ല കേട്ടോ സൈറ്റ്. പക്ഷേ ഇവിടുന്ന് പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ, ഞാനെല്ലാം കുട്ടിക്കാലത്ത് കണ്ട ഒരു കാഴ്ച കണ്ടേട്ടാ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വരും തലമുറക്ക് അല്ലെ ആ കാഴ്ച എനിക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയമായിരിക്കും അല്ലേ? കാണാൻ പറ്റിയതല്ലേ ഇനി വരുന്ന തലമുറക്ക്? കാണൂല കേട്ടാ. അപ്പോൾ ഓലിക്ക് കാണിക്കാൻ വേണ്ടിയുള്ളൊരു കാഴ്ച കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്താണെന്നുള്ള ആ കാഴ്ച നമുക്ക് കാണാം കേട്ടോ. ഈ വീടിൻ്റെ മേലെ ഇങ്ങനെ പല അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ഒരു ഏട്ടെ ഇതാ ഇവിടെ നിന്നിട്ട് തെങ്ങ് തുറക്കുന്ന കേട്ടോ. അത് ഞാനൊക്കെ എൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 14-15 വയസ്സിൽ കണ്ട കാഴ്ച കേട്ടോ. അതിന് ശേഷം ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ഇതാ വേണ്ട, തെങ്ങ് തുറക്കുവാന്നായിട്ട് പറയാം കേട്ടോ. നമ്മുടെ നാട്ടിൽ തെങ്ങ് തുറന്നിട്ട് അടിവളം ഇടുക അല്ലേ, അടിവളം ഇടുക. ഇത് തുറന്നിട്ട് എന്താ ചെയ്യുക വെച്ചാൽ മഴ വരുന്നതിൻ്റെ തുടക്കത്തിലല്ലേ ചെയ്യുക സംഭവം. ഇത് മഴ വരുന്നതിന് തുടക്കത്തില്ല കേട്ടോ. അതായത് ഇതുപോലത്തെ വലിയ വലിയ മരത്തിൻ്റെ തൂപ്പുകൾ വെട്ടിയിട്ട് ഇതിൻ്റെ താഴ്ത്തിടും. അതുപോലെ മിക്സ്ചറും പിന്നെ വെള്ളക്കുമ്മ അല്ലേ, ചാണോൻ. ചാണകം മെയിനായിട്ടുള്ള സാധനം ചാണോന്. ഈ സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനെ വേണ്ട, അടിപൊളിയായി തുറന്നിട്ടുണ്ട്. അവിടെ തുറന്ന് വെച്ച സാധനം ഉണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. തുറന്ന് വെച്ചാൽ വേറെ വൃത്തിയുണ്ട്. നമ്മൾ കറക്റ്റ് സർക്കിൾ എങ്ങനെയാണോ വരക്കുന്നത് ആ രീതിയിലാട്ടോ ഇത് തുറക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കിളായി വരുന്നത് തുറന്ന് വരുന്നതെന്നില്ല നമുക്ക് ഈ ചേട്ടനോട് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് തുറന്നതെന്നില്ല ആദ്യം കാണിച്ചു വരാം കേട്ടോ. ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ വരുമ്പോൾ പേടിയാന്ന് തോന്നുന്നു. എന്നോട് പറയാൻ വേണ്ട, ചോദിക്കാൻ വേണ്ട, നിങ്ങളെന്നാ പറഞ്ഞോളിന്നാ പറയുന്നത്. എന്താ നല്ല കറക്റ്റ് നമ്മൾ ബാർബർ ഷോപ്പ് പോയിട്ട് എങ്ങനെയാണോ ഷേവ് ചെയ്യുന്നത് അതുപോലെ ഷേവ് ചെയ്ത് വെച്ചാണ്ട് കറക്റ്റ്. ഇടുക്കി ഇതിൻ്റെ പണ്ടിലെ ആൾക്കാർ വന്നൊക്കെ നമ്മളെ വേര് മുറിയാന്ന് പറയുന്നേക്കില്ല, മേൽവേര് മുറിയറുന്നാ. വേര് മുറിയറുന്നാ അല്ലേ. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞ വേര് മേലത്തെ വേര് മുറിഞ്ഞിട്ട് അതിലേക്കാണ് വളം ചെല്ലേണ്ടതെന്ന്. അതെ, അത് സംഭവം റെഡി കേട്ടോ. ഓരോ നാട്ടിലും ഓരോ, നമ്മളെ പണി തന്നെ ആണല്ലോ, ഓരോ നാട്ടിലും ഓരോ വ്യത്യാസം കേട്ടോ പണി. കണ്ടാ ഇവിടെ കണ്ടാ കറക്റ്റ് സർക്കിളായിട്ട് അടിപൊളിയായി തുറന്ന് വെച്ചിട്ടുണ്ടേ. ഇങ്ങനെ ഇതാ അങ്ങ് അവിടെ നിന്ന് തുടങ്ങി കേട്ടോ. 1 2 3 4 5 6 7 8 9. ഇതിനെ നോക്ക്, ഇതിൻ്റെ സർക്കിൾ നോക്ക്, എന്താ അതിൻ്റെ ഷേപ്പ് നോക്ക്, കറക്റ്റ് അടിപൊളി. ഇതാ റെഡിക്ക് ഒരാൾ എത്ര തെങ്ങ് തുറക്കൂ ഇപ്പോൾ സ്ഥിതിയിൽ? 11-12 തെങ്ങ് തുറക്കട്ടെ. രാവിലെ വന്നിട്ട് ഒരു മണി നമുക്ക് നമ്മൾ വാങ്ങ് കൊടുക്കുന്ന സമയം അല്ലേ? വാങ്ങ് കൊടുക്കുന്ന സമയം അതാണ് ഉച്ചപ്പണി എന്ന് പറയുന്നത് അല്ലേ. നമ്മളെ ഉച്ചപ്പണി എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് പണിക്കിറങ്ങി പിന്നെ ഒരു 1:30 12:30 1 മണി ആ ഒരു സമയം നമുക്ക് തുറക്കും കേട്ടോ. ഇങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ ഇതൊന്നും ഇനിയുള്ള വരും തലമുറക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല. കാരണം ഇന്നലെ ഓരോ വീട് വെക്കുന്ന ആ സമയത്തു ഞാനൊക്കെ എത്രയോ സൈഡിൽ നിന്ന് ഇഷ്ടം പോലെ തെങ്ങ് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ ആൾക്കാരാണെങ്കിൽ ഒരു വീട് വെക്കുന്ന സമയത്താണെങ്കിൽ ഒരു തെങ്ങ് മുറിക്കറില്ലേ, അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ എല്ലാം തറവാട്ടിലെന്ന് വെച്ചാൽ ഓലപ്പരൻ്റെ അന്നെല്ലാം അതിൻ്റെ നടുവ് കൂടി, അതായത് കോലായിൻ്റെ നടുവ് കൂടി തെങ്ങാട്ടാ മുറിക്കാണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മളൊരു വീട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാടുള്ള തെങ്ങും മരങ്ങളും കംപ്ലീറ്റ് മുറിച്ചതിന് ശേഷമാണ് വീട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്.